ഹൃദയോദ്ദീപകം ജീവദായകം. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഗുഡ്നസ് ടി വിയുടെ ഡിവൈൻ വോയിസ് വചന ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാനായിട്ട്, ഈ ശുശ്രൂഷയിലൂടെ ദൈവാനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ വചനത്താൽ നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് തിരുവചനം ശ്രവിക്കുവാൻ നമ്മുടെ കാതുകളെയും ഗ്രഹിക്കുവാൻ നമ്മുടെ മനസ്സിനെയും നമുക്ക് ഒരുക്കാം. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 25 മുതൽ. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ. അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27 സങ്കീർത്തനം 5 വാക്യം പറയുന്നു, നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക, അവിടുന്ന് നോക്കിക്കൊള്ളും. ഇന്ന് നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്തിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ക്ലേശിതർക്ക് ആശ്രയം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആശ്വാസദായകനായ ദൈവത്തിന്റെ സന്നിധിയില് ദൈവിക ആശ്വാസത്തിന് വേണ്ടി ചെന്നെത്താനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60 അധ്യായം 20 വാക്യം പറയുകയാണ്, നിന്റെ സൂര്യൻ അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറയുകയില്ല, കർത്താവ് നിന്റെ നിത്യപ്രകാശമായിരിക്കും, നിന്റെ വിലാപ ദിനങ്ങൾ അവസാനിക്കും. അപ്പോൾ ദൈവത്തിന് പ്രത്യാശയർപ്പിക്കുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സാധിക്കുക. എത്ര വലിയ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയുമാണ് നാം കടന്നു പോകുന്നെങ്കിലും തമ്പുരാന്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാനായിട്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായം 1 വാക്യം പറയുകയാണ്, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. വീണ്ടും നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുകയാണ്, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും ഉണ്ടായപ്പോൾ ദൈവം അവരെ രക്ഷിക്കാനായിട്ട് വരികയാണ്. അവരുടെ ജീവിതത്തിൽ അവർ നിരാശപ്പെട്ടു പോയ പല സമയങ്ങളുമുണ്ട്. എപ്പോഴെല്ലാം അവർ നിരാശപ്പെട്ടോ അപ്പോഴൊക്കെ യാവേ അവർക്ക് പുത്തൻ പ്രതീക്ഷകളായിട്ട്, പുത്തൻ പ്രത്യാശയായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അലറി വിളിച്ച് ഒഴുകുന്ന ചെങ്കടല്, പുറകിലേക്ക് നോക്കുമ്പോഴോ പിടിച്ചുകൊണ്ട് പോരാനായിട്ട് ആർത്തു വരുന്ന ഫറവോയുടെ സൈന്യം. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ട് നിലവിളിക്കുന്ന ഇസ്രായേൽ ജനത്തിന് രാജപാത ചെങ്കടലിന്റെ മധ്യത്തിലൂടെ നിർമ്മിച്ച് അവർ മറുകരയിലെത്തിയ നിമിഷം, ഇസ്രായേൽ ജനം മറുകരയിലെത്തിയപ്പോൾ ഫറവോയുടെ സൈന്യത്തെയും രഥങ്ങളെയും കടലിൽ ആഴ്ത്തിയ ദൈവം.
ഒരു പുത്തൻ പ്രതീക്ഷയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 44-ാമത്തെ അധ്യായം 3-ാം വാക്യം പ്രകാരം പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ സമാധാനവും ഞാൻ വർഷിക്കും. ജീവിതം നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം. കർത്താവിന് നമ്മുടെ ജീവിതത്തെ ഭരമേൽപ്പിക്കാനായിട്ട്, കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട്, അവിടുന്ന് എന്നെ നോക്കിക്കൊള്ളുമെന്ന പ്രത്യാശയോട് കൂടെ നമുക്ക് ജീവിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുവിൻ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ. വീണ്ടും ദൈവം നമ്മളോട് ചോദിക്കുകയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 42-ാമത്തെ അധ്യായം 5-ാം വാക്യം പറയുകയാണ്, എൻ്റെ ആത്മാവേ നീ എന്തിന് വിഷാദിക്കുന്നു, നീ എന്തിന് നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുനിമിഷം ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ജോബ് പറയുന്നത് പോലെ, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് മഹത്വം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തില് ദൈവത്തിന്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. പിടിച്ചു വെക്കരുത്. വിധവയുടെ കൊച്ചുകാശ് പോലെ, വിധവയുടെ കൊച്ചുകാശ് പ്രത്യേകത, അവൾ തനിക്കുണ്ടായിരുന്ന ഉപജീവനത്തിന്റെ വക മുഴുവൻ ദൈവകാര്യങ്ങളിലേക്ക് കൊടുക്കുകയാണ്. വീണ്ടും നോക്കിക്കേ, ആ രക്തസ്രാവക്കാരി സ്ത്രീ അവന്റെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊട്ടാല് ഞാൻ സൗഖ്യപ്പെടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഒരു മടിയും കൂടാതെ അവന്റെ അടുത്തേക്ക് വരിക. വീണ്ടും നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തെ കണ്ടുമുട്ടുകയാണ്. അന്ധയാചകനായി ബർത്തമേയോസ് ജെറുസലേമിന്റെ വഴികേറിയിരുന്നുകൊണ്ട് അവൻ കരയുകയാണ്, ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമെന്ന്. അവന്റെ ഉള്ളിൽ ഉറച്ചൊരു ബോധ്യമുണ്ട്, ഈ തമ്പുരാൻ എന്നെ രക്ഷിക്കും. അതുകൊണ്ടല്ലേ സക്കേബൂസ് ചുങ്കമേശ വിട്ട് സിക്കമൂർ മരത്തിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് താഴേക്ക് തമ്പുരാനെ അവൻ സൂക്ഷ്മമായിട്ട് നോക്കിയത്. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തില് ദൈവത്തില് ശക്തമായിട്ട് പ്രതീക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കണം. എത്ര വലിയ തകർച്ചയിലാണെങ്കിലും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുമ്പോൾ ദൈവം ആ തകർച്ചയുടെ പാതയെ മാറ്റി പ്രകാശത്തിൻ്റെ പാതയിൽ നമ്മെ വഴി നടത്തുന്നു. നീ നിമിഷം അത് ഉറച്ച് വിശ്വസിക്കുക. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനായിട്ട് ഞാൻ പറയും, ജീവിതത്തിൽ വിഷമവും പ്രയാസമൊക്കെ ഉണ്ട്. ജീവിതത്തിൽ ഞാൻ പറയും, നിരാശപ്പെടരുത്. ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് നിരാശപ്പെടുന്ന വിശ്വാസമല്ല, മറിച്ച് അത് ഉയർപ്പിന്റെ പ്രത്യാശയുടെ വിശ്വാസമാണ്. അപ്പോൾ ആ പ്രത്യാശയുടെ വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റണം. പ്രതീക്ഷയോടുകൂടെ ദൈവത്തെ കാത്തിരിക്കാനായിട്ട്, പ്രതീക്ഷയോടുകൂടെ തമ്പുരാന്റെ സന്നിധിയിലേക്ക് അണയാനായിട്ട്, പ്രതീക്ഷയോടുകൂടെ ദൈവസന്നിധിയിൽ നിന്ന് മടങ്ങിപ്പോകാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം. ചുങ്കക്കാരനും ഫരിസേയനും ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നു. ഫരിസേയൻ സ്വയം നീതീകരിച്ചു, ചുങ്കക്കാരനോ ദൈവത്താൽ നീതീകരിക്കപ്പെട്ടുകൊണ്ട് അവൻ ആ ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ദൈവത്താൽ ആശ്വസിപ്പിക്കപ്പെടുവാനും ദൈവത്താൽ നീതീകരിക്കപ്പെടുവാനും ജീവിതത്തിൽ പറ്റണം. ദൈവത്താൽ നീതീകരിക്കപ്പെടുന്ന ഒരു ജീവിതം എന്ന് പറയുന്നത് തിരുവചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകിലും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. സ്വർഗം സർവവും പിതാവ് എന്നെ ഭരമേൽപ്പിച്ചു. പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല. പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നു, അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല. അപ്പോൾ പുത്രനായ യേശു ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ മുഖമാ. തിരുവചനം നമ്മോട് പറയുകയാണ്, പിതാവായ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു,
തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം. എന്തിനു വേണ്ടിയിട്ട്? ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് അവൻ മൂലം ലോകം രക്ഷ പ്രാപിക്കാനായിട്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ കയ്യിലേക്ക് ജീവിതത്തെ കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സിസ്റ്ററെ, ഒരു സന്യാസിനിയെ പരിചയപ്പെടാനായിട്ട് ഇടയായി. ഒത്തിരിയേറെ ദുഃഖത്തിൻ്റെ നടുവിലാണ് ആ സിസ്റ്റർ നിന്നിരുന്നത്. സിസ്റ്ററിൻ്റെ വീട്ടിലാണെങ്കിൽ കടബാധ്യതകൾ, മാതാപിതാക്കൾക്ക് തീരാ രോഗം, ആങ്ങളയുടെ ജോലിയാണെങ്കിൽ നഷ്ടപ്പെട്ടു, കുടുംബമാണെങ്കിൽ താറുമാറ്. സിസ്റ്റർ ഒത്തിരി നിരാശപ്പെട്ട സിസ്റ്ററിനെയും കണ്ടുമുട്ടുന്നു. സിസ്റ്റർ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ, ഞാനേ ഈ സന്യാസിനി ജീവിതം തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ പോയി അവരെ ശുശ്രൂഷിച്ചാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആ സിസ്റ്ററോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സിസ്റ്റർ വിളിച്ചവൻ വിശ്വസ്തന. സിസ്റ്റർ വിളിച്ചവൻ വിശ്വസ്തന. സിസ്റ്റർ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഇവരെയൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം ജീവിതത്തിൽ ഇടപെടും. ഞാൻ ചോദിച്ചു, സിസ്റ്റർ വീട്ടിൽ പോയത് കൊണ്ട് വീട്ടിലെ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം സംഭവിക്കും? സിസ്റ്റർ പറഞ്ഞു, എനിക്ക് അവരെ നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു, ഒരു സന്യാസിനിയായ മകള് സന്യാസിനി ജീവിതം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു നിന്നാൽ കട്ടിലേ കിടക്കുന്ന മാതാപിതാക്കൾക്കാണെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ? അവരുടെ വേദന വർദ്ധിക്കുമോ? അത് കുറയുമോ? സിസ്റ്ററോട് പറഞ്ഞു, അത് അവർക്ക് വേദനയായിരിക്കും. അവർക്ക് തീരാ ദുഃഖവും മാനഹാനിയുമായിരിക്കും. ഞാൻ പറഞ്ഞു, സിസ്റ്റർ ചെയ്യേണ്ടത് എന്താ? സിസ്റ്റർ തീക്ഷ്ണമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. ഉള്ളുരുകി തീക്ഷ്ണമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഇത്രയും സംഭവിച്ചോർത്ത് നിരാശപ്പെടില്ല, മറിച്ച് ഈ സഹനം തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രത്യാശയോട് കൂടെ ആയിരിക്കുക. ദൈവം ജീവിതത്തിൽ ഇടപെടും. ദൈവം ജീവിതത്തിലേക്ക് ഒരനുഗ്രഹമായിട്ട് മാറും. അത് മാറ്റപ്പെടാനായിട്ട് സിസ്റ്റർ നിന്നു കൊടുക്കണം. അത് മാറ്റപ്പെടാനായിട്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് സിസ്റ്റർ നിന്നു കൊടുക്കണം. ഞാൻ ഇപ്രകാരമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് സിസ്റ്ററെ ഞാൻ പറഞ്ഞു വിടുകയാണ്. ഏകദേശം 6 മാസങ്ങൾക്ക് ശേഷം ഞാൻ ഈ സിസ്റ്ററെ വീണ്ടും കണ്ടുമുട്ടുകയാണ്. സിസ്റ്റർ പറഞ്ഞു, മാതാപിതാക്കളുടെ രോഗാവസ്ഥയ്ക്കെന്ന് വെച്ചാൽ വലിയ മാറ്റമില്ല, പക്ഷേ സഹോദരന് ഒരു നല്ല ജോലി ലഭിച്ചു. പഴയതിലും ഉയർന്ന ശമ്പളത്തിൽ നല്ലൊരു ജോലി ലഭിച്ചു. സഹോദരൻ്റെ ഭാര്യയും മക്കളും ഒക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീട്ടിൽ തിരിച്ചു വരികയും അവർ ഇന്ന് വളരെ സന്തോഷമായിട്ട് എൻ്റെ വീട് പോവുകയാണ്. ഞാൻ ആ സിസ്റ്ററോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. സിസ്റ്റർ 6 മാസക്കാലം അല്ലെങ്കിൽ 3-4 മാസക്കാലം ശക്തമായിട്ട് പ്രാർത്ഥിക്കാറായി തുടങ്ങിയപ്പോഴത്തേക്കും ജീവിതത്തിൽ വലിയ മാറ്റം, ദൈവകൃപയുണ്ട്. സിസ്റ്റർ അന്ന് ഇറങ്ങിപ്പോയായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നു. സിസ്റ്റർ വീട്ടിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും സഹോദരൻ്റെ ഭാര്യ വീട്ടിലേക്ക് വരില്ല. വീട്ടിലെ അവസ്ഥകൾ മാറും. ചിലപ്പം ആങ്ങളെ തീരാ ദുഃഖത്തിലേക്കാവും. മാതാപിതാക്കൾക്ക് തീരാ ദുഃഖം മൂലം മറ്റെന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിൽ അതും സിസ്റ്ററിന് തീരാ ദുഃഖമാകും. സിസ്റ്ററിൻ്റെ ജീവിതവും തകരും. പക്ഷേ സിസ്റ്റർ മറിച്ച് ദൈവത്തിൽ പ്രത്യാശ വെക്കാനായിട്ട്, ദൈവകരങ്ങളിലേക്ക് ജീവിതത്തെ കൊടുക്കാനായിട്ട് തയ്യാറായപ്പോഴത്തേക്കും ദൈവം ജീവിതത്തിൽ ഇടപെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം പറയും പോലെ, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനായുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. വചനം എന്നാ പറയുന്നത്? നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ആരുടെ മനസ്സിൽ? ദൈവത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതിയോട് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ സഹകരിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തിൻ്റെ മനസ്സിലെ പദ്ധതിയോട് നമ്മൾ അനുനിമിഷം സഹകരിച്ച് മുന്നേറുമ്പോണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും നമ്മൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെയൊക്കെ ഒന്ന് ഒഴുകിയിറങ്ങുകയും നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് നോക്കിക്കേ. ഈ ഒരു ദൈവിക പദ്ധതിയാൽ നിറയപ്പെടുവാനായിട്ട്, ഈ ദൈവിക പദ്ധതിയുടെ സ്വരത്തെ ജീവിതത്തിൽ
നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം പറയുന്നു, ദൈവമേ, അങ്ങെന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. ദൈവമേ, അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു. ഞാൻ അങ്ങേ ഓർമ്മിച്ചെന്നല്ല ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത്, മറിച്ച് അങ്ങ് എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, അങ്ങേ സ്നേഹിക്കുന്നവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല. കർത്താവിന് അനുനിമിഷം നമ്മെക്കുറിച്ച് ഒരു ചിന്തയും വിചാരവുമുണ്ട്. നാം ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുകയാണ്, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് ജീവിതത്തിൽ സാധ്യമാകും. വീണ്ടും നമ്മൾ കണ്ടുമുട്ടുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 4-ാം വാക്യം പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. ആ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അനുനിമിഷം മുന്നേറാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കണം. വിലാപങ്ങളുടെ പുസ്തകം 3-ാമത്തെ അധ്യായം 25-ാം വാക്യം പറയുന്നു, തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. അപ്പൊ ദൈവത്തിന് നമ്മൾ പ്രത്യാശ വെച്ചുകൊണ്ട് നമ്മൾ പ്രകാരത്തിലൊക്കെ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം അനുഗ്രഹം വർഷിക്കും. അപ്പോൾ ഈ ദൈവാനുഗ്രഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട്, കൃപയിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. തിരുവചനത്തിൽ നാം അത് തന്നെയാണ് വായിച്ചു കേട്ടത്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈശോനെ പറഞ്ഞ മറ്റൊരിടത്തേക്ക് പോകാനല്ല, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും, ആരെ അവിടുന്ന് ഒഴിവാക്കുന്നില്ല, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. ദൈവത്തിന്റെ അടുക്കലേക്ക് വരാൻ മാത്രമല്ല, മറിച്ച് അവിടുത്തതിൽ നിന്ന് പഠിക്കാനും അവിടെ നമ്മോട് പറയുകയാണ്. അവിടുത്തെ വചനം പഠിക്കുക, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹത്തെ പഠിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റണം. നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, അനുനിമിഷം പ്രത്യാശയോട് കൂടെ ജീവിക്കുവാനായിട്ട് ഇന്നത്തെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിരാശപ്പെടാനല്ല, മറിച്ച് പ്രത്യാശയോട് കൂടെ ജീവിക്കാനായിട്ട്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എന്ത് സംഭവിച്ചോട്ടെ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എനിക്ക് ഒഴുക്കുന്ന രക്ഷയുണ്ട്, അവിടുന്ന് എനിക്ക് വേണ്ടി പ്രദാനം ചെയ്തിരിക്കുന്ന രക്ഷാകര പദ്ധതിയുണ്ട്. ആ പദ്ധതിയോട് സഹകരിക്കാനായിട്ട് ജീവിതത്തിൽ എനിക്ക് പറ്റണം. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കാനായിട്ട് സാധിക്കണം. എത്രമാത്രം പ്രതീക്ഷയോടെ ഞാൻ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രതീക്ഷയോടുകൂടെ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നാം ഒരു അനുഗ്രഹവും പ്രതീക്ഷയുമായിട്ട് തീരുകയാണ്. ഒരു കുടുംബത്തെ നോക്കുകയെ, ഒരു കുടുംബനാഥൻ പ്രതീക്ഷയറ്റവനാകുമ്പം ആ കുടുംബത്തിലെ എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോവുകയാണ്. അതേസമയം എന്ത് വന്നുകൊള്ളട്ടെ, ഞാൻ കൂടെയുണ്ട്, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമെന്ന് പറഞ്ഞാലും, അധ്വാനിച്ചില്ലേലും കുഴപ്പമില്ല, അധ്വാനിക്കുമെന്ന് പറയുമ്പോഴത്തേക്കും അത് വലിയൊരു പ്രതീക്ഷയല്ലേ ജീവിതത്തിൽ? അത് വലിയൊരു പ്രതീക്ഷയല്ലേ? ഒരു കച്ചിത്തുരം വല്ലയൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോട് കൂടെ ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധ്യമാകണം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാനായിട്ട്. മോശയുടെ ജീവിതത്തിലേക്ക് നോക്കി. മോശ ഈ ആവയിൽ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ചതുകൊണ്ടല്ലേ മോശയോട് ഫറവോയുടെ അടുത്തേക്ക് മടങ്ങിച്ചെന്ന് ഇസ്രായേൽ ജനത്തെ വിടാനായിട്ട് ആവശ്യപ്പെടാൻ പറഞ്ഞപ്പോൾ മോശ ഇറങ്ങി തിരിച്ചത്. അവനൊരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ അവനൊരു അടയാളം ചോദിച്ചതും അവൻ്റെ ജന്മനാ ഉള്ള വിക്ക് മാറിയതും. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, പ്രതീക്ഷയോട് കൂടെ ആയിരിക്കാനായിട്ട്, പ്രതീക്ഷ നഷ്ടപ്പെടുന്നതല്ല, മറിച്ച് പ്രതീക്ഷയോട് കൂടെ ജീവിതത്തിൽ ആയിരിക്കാനായിട്ട് ജീവിതത്തിൽ പറ്റണം. ദൈവത്തിൻ്റെ കരുണയും കൃപയും അതിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മളെ വിളിക്കുന്നത് അതിലേക്കാണ്. നമുക്ക് ആ ദൈവാനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തിൽ
ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 14-ാം വാക്യം പറയുന്നു, യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. യേശു ക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയാകുന്ന സമ്മാനത്തിന് വേണ്ടി ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം ചെയ്യുന്നു. ഈ ഒരു പ്രയാണത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കാനായിട്ട്, ഈ ദൈവികമായ അഭിഷേകത്താൽ നിറയപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് പറ്റണം. നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ആത്മീയ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരാകരുത്. ഈശോയുടെ ജന്മം തന്നെ നോക്കിക്കേ, ആ ആട്ടിടയന്മാർക്ക് ഒരു പുത്തൻ പ്രതീക്ഷയല്ലേ കൊടുത്തത്. ആ നക്ഷത്രം അവരുടെ ജീവിതത്തിലേക്ക് ഒരു പുതു വെളിച്ചമായിട്ട് മാറിയില്ലേ? അതുകൊണ്ടല്ലേ, ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടല്ലേ അവർ ആ നക്ഷത്രത്തെ പിൻചെല്ലുകയും പുൽക്കൂട്ടിൽ കിടന്നിരിക്കുന്ന ഉണ്ണിയേശുവിനെ കണ്ട് ആരാധിക്കാനും അവർക്ക് ജീവിതത്തിൽ സാധിച്ചത്. പ്രിയമുള്ളവരെ, പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. പ്രതീക്ഷ അറ്റവരായിട്ട് പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവളെ സംബന്ധിച്ച് ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടില്ല. ദൈവം ജീവിതത്തിൽ ഇടപെടും. എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ആ ഒരു ഉറച്ച ബോധ്യത്തോടു കൂടെ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൽ നീങ്ങാനായിട്ട് നമുക്ക് സാധ്യമാകണം. ആ ഒരു ഉറച്ച ബോധ്യത്തോടെ നീങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സംഭവിക്കുകയാണ്. വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സംഭവിക്കുകയാണ്. ഉറച്ച ബോധ്യത്തിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുമ്പോൾ ജീവിതം നാം ഓരോരുത്തരും ചിന്തിച്ച് നോക്കണം, എത്രമാത്രം ഈ ഒരു പ്രതീക്ഷയോടെ എൻ്റെ വിശ്വാസ ജീവിതത്തെ നയിക്കാനായിട്ട് എനിക്ക് പറ്റുന്നുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവകൃപയിൽ നിറയപ്പെട്ടുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ അനുഗ്രഹമാക്കണം. ഈ അനുഗ്രഹമാക്കുമ്പോൾ അത് നമുക്ക് മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ളവർക്കും വലിയൊരു അഭിഷേകത്തിന് കാരണമാകുന്നു. ആമേൻ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകടച്ച് നമ്മെ തന്നെ ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാം. ഈശോനാഥ, അനുനിമിഷം അങ്ങിൽ പ്രത്യാശ അർപ്പിക്കുവാനായിട്ട്, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നിരാശകളെയും മാറ്റിവെച്ച് അങ്ങിൽ പ്രതീക്ഷ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട്, അങ്ങ് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ഉറച്ച ബോധ്യത്തിൽ മുന്നേറുവാൻ, ദൈവപരിപാലനയിൽ ആശ്രയം തേടി ദൈവിക കൃപയിലെ കാരുണ്യത്തിൽ ജീവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, എനിക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, പ്രതീക്ഷയോടുകൂടെ ഈ ദിവസത്തിൽ നമുക്കായിരിക്കാം. പ്രത്യാശ തരുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.